ലെബനാനിലേക്ക് പറിച്ചു നടുന്ന ഇറാൻ്റെ യുദ്ധതന്ത്രങ്ങൾ. ഈ വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പോൾ യുദ്ധം നടക്കുന്നത് ലെബനാനും ഇസ്രായേലും തമ്മിലാണ്. ലെബനാൻ എന്ന് പറയാൻ പറ്റില്ല. ലെബനാനിലുള്ള സൈനിക ട്രൂപ്പായ ഷിയ മിലീഷ്യ വിഭാഗമായ ഹിസ്ബുള്ള ഗ്രൂപ്പ്, അവരും ഇസ്രായേലിൻ്റെ സൈന്യവും മുഖാമുഖം ഏറ്റുമുട്ടുന്നു. ഈ ഒരു പ്രവൃത്തിയാണ് നടക്കുന്നത്. ഇതിപ്പോൾ കുറച്ചും കൂടി സങ്കീർണമായിട്ടുണ്ട്, വിപുലമായിട്ടുണ്ട്. മരണ റിപ്പോർട്ടുകളും ആക്രമണ റിപ്പോർട്ടുകളും കൂടുതലായിട്ട് പുറത്തു വരുന്നു. ഏകദേശം ഈ അടുത്ത് നടത്തിയിരിക്കുന്ന കണക്ക് പ്രകാരം, അഥവാ ഫലസ്തീൻ വിഷയം അവസാനിച്ചതിന് ശേഷം ലെബനാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തുടങ്ങിയ യുദ്ധത്തോടനുബന്ധിച്ച് 3500 ലെബനാനികളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏകദേശ അനുമാനം. 100-ലധികം ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ട വിവരം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ സ്ഥിരീകരിച്ചത് എനിക്ക് തോന്നുന്നു 12 ആൾ അങ്ങനെ എന്തോ ആണ്. അങ്ങനെ സാധാരണ ഉണ്ടാവാറുള്ളത് നമുക്കറിയാവുന്നതാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ ലെബനാന് ഇത്ര വിപുലമായിരിക്കുന്ന ഒരു യുദ്ധം നടക്കാനുള്ള കാരണം, അല്ലെങ്കിൽ ഇസ്രായേൽ നടത്താനുള്ള കാരണം? അതിൻ്റെ പശ്ചാത്തലം വളരെ കൗതുകമുള്ളതാണ്, പ്രധാനപ്പെട്ടതാണ്. ഇത് തിരിച്ചറിഞ്ഞ ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇറാൻ. അതുകൊണ്ടാണ് അവരുടെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ, അവരുടെ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട മധ്യസ്ഥ വിഷയത്തിലെല്ലാം ലെബനാൻ കക്ഷി ചേരുന്നത്. ലെബനാനെ ചേർത്ത് കൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അഥവാ ലെബനാനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറാതെ അമേരിക്കയുമായിട്ട് ഈ സമാധാന ചർച്ച എന്ന് പറയുന്ന ഒരു പ്രവൃത്തി പോലും ഞങ്ങൾ ആലോചിക്കുന്നില്ല. അത്തരൊരു സംഭവത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും വേണ്ട എന്നുള്ളതാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലെബനാൻ അവരുടെ ഇഷ്ടഭൂമിയാണ്, ഇഷ്ടദേശമാണ്. അഥവാ